കോടാനുകോടി നക്ഷത്രങ്ങൾക്കിടയിലെ ഒരേ ഒരു അപൂർവ നക്ഷത്രം. ഇന്ത്യയിലെ ഏതൊരു കലാകാരനും അസൂയയോടെ നോക്കിക്കാണുന്ന നമ്മുടെ പ്രിയപ്പെട്ട, നമ്മുടെ എല്ലാമെല്ലാമായ മോഹൻലാൽ, ദ ഗ്രേറ്റ്, ഗ്രേറ്റർ ദാൻ ദ ഗ്രേറ്റസ്റ്റ്. നമുക്ക് ലാലേട്ടനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ലാലേട്ട, വർഷത്തെ നമ്മുടെ സന്തോഷമെല്ലാം നമുക്കിവിടെ പങ്കുവയ്ക്കാം. Give me a good clap. Thank you. അദ്ദേഹത്തിന് ആദ്യത്തെ അനുമോദനം അർപ്പിക്കാൻ എത്തിയിരിക്കുന്നത് ലോകസുന്ദരി യുക്താമുഖി. Namaste, Swagatam, Vanakkam, and a very, very good evening to all of you. Thank you all for being here, present here this evening and making it one of the most special evenings of our lives. It is totally an honor and I'm so proud of being here and sharing the stage with the great Mohanlal sir, who is the god of the South and the Indian film industry especially. Thank you, sir, for having been part of our lives for the last 25 years, and we hope to cherish this evening with very, very special memories. We shall also continue to pray for your future success and your health, and that you remain to be part of our lives forever and ever. And thank you so much once again for touching our lives. Thank you all for giving us such a wonderful and warm welcome, and we certainly hope that you'll enjoy the evening. Once again, a very good evening to Kerala and to India. Thank you. Thank you. എന്താ സുഖല്ലേ? തോളു തിരിഞ്ഞുള്ള കുണുങ്ങിയുള്ള ലാലേട്ടന്റെ, നമ്മുടെ ബാലേട്ടന്റെ ആ ശബ്ദം നമുക്കൊന്ന് കേൾക്കണ്ടേ? നിങ്ങളോട് രണ്ടു വാക്ക് സംസാരിക്കാൻ ശ്രീ മോഹൻലാലിനെ ഞാൻ ക്ഷണിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ചടങ്ങിന് ഞങ്ങൾ കൊടുത്ത ഒരു സ്ലോഗൻ അല്ലെങ്കിൽ ഒരു മുദ്രാവാക്യം നിങ്ങളില്ലാതെ എനിക്ക് എന്താഘോഷം എന്നായിരുന്നു. നമുക്ക് ഈ മഴ പെയ്തതും നിങ്ങൾ മുന്നിലോട്ട് കയറി വന്നതും ഇവിടെ ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടായതും നമുക്ക് ആഘോഷിക്കാം. പക്ഷേ ആഘോഷത്തിലുപരി എനിക്ക് ഒരുപാട് 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 നന്ദിയുണ്ട് നിങ്ങളോട്. ഞങ്ങളുടെ കൂടെ സഹകരിച്ച് ഞങ്ങൾ പറഞ്ഞത് മനസ്സിലാക്കി നമ്മുടെ ഈ പ്രോഗ്രാം നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് തീരുമാനിച്ച നിങ്ങളോട് നന്ദി നന്ദി നന്ദി. ഈ ജന്മത്തിൽ തീർക്കാൻ പറ്റാത്തത്ര നന്ദി ഞാൻ പറയുന്നു. നിങ്ങളില്ലാതെ എനിക്കിനി ഒരാഘോഷവുമില്ല. താങ്ക് യു. നമുക്ക് വീണ്ടും പരിപാടികളിലേക്കൊക്കെ കിടക്കാം. നിങ്ങൾക്കായി വിൽ സെലിബ്രേറ്റ്. നമ്മൾ അതുകൊണ്ടാണ് ഒരു ആഘോഷം, ഒരു ഉത്സവ തിമിർപ്പിന്റെ ലഹരിയിൽ നമുക്കുള്ള പരിമിതികൾ വെച്ച് സ്റ്റേജൊക്കെ കുറേ വെള്ളമൊക്കെ നനഞ്ഞു കിടക്കുകയാണ്. ഡാൻസ് ചെയ്യുന്ന ആൾക്കാർ അബദ്ധത്തിലൊന്ന് വീണാൽ ഒന്ന് സഹകരിക്കുക. നമുക്ക് ആഘോഷിക്കാം. താങ്ക് യു. സുഹൃത്തുക്കളെ, ഇതാ ലഡു വിതരണം ആരംഭിക്കുകയാണ്. ഷുഗറുള്ള പാർട്ടി പ്രവർത്തകർക്ക് മധുരമില്ലാത്ത വിത്തൗട്ട് ലഡു. എറണാകുളം ഇലക്ഷനിൽ മുഖ്യമന്ത്രിയെ പരാജയത്തിന്റെ കയ്പുനീര് കുടിപ്പിച്ച നിങ്ങൾക്കിതാ ലീഡറുടെ വക മധുര വിതരണം. വോട്ടവകാശമുള്ളവർക്ക് 2 ലഡു. ഇത് ഖജനാവല്ല. ഒരു പ്രത്യേക അറിയിപ്പ്. റൂമിലിരിക്കുന്ന 21 MLA-മാരെ യാതൊരു കാരണവശാലും മുറിക്ക് പുറത്തു വിടരുത്. അവർക്കുള്ള ലഡു അവിടെ എത്തും. ഈ ആഘോഷത്തിന് കൊഴുപ്പേകാനായിട്ട് നമ്മളെ വനിതാ MLA കണ്ടില്ല. എവിടെ വനിതാ MLA? എവിടെ?
MLA നോക്കി നിൽക്കാതെ ദേ ആവശ്യക്കാർക്ക് കൊടുക്ക്. അവിടെ കിട്ടിയോ? എവിടെ കിട്ടിയോ? അവിടെ കൊടുത്തേ. അവിടെ കിട്ടിയോ? ആവശ്യക്കാർക്ക് ചോദിച്ചു കൊടുക്ക്. അവിടെ കിട്ടിയോ? ഞാൻ എല്ലാവർക്കും കൊടുത്തു. എന്നിട്ട് എനിക്ക് കിട്ടിയില്ലല്ലോ. ഇന്നാ അയ്യ ഇതായിരുന്ന ഞാൻ വിചാരിച്ച് എന്ത്? അല്ല ഇത് വ്യാജ ഉണ്ടയാണെന്ന് കരുതി. ഇത് വ്യാജിയുണ്ടല്ല, ലഡുണ്ട. ഇങ്ങടെ കൊണ്ട കൂടി എടാ ഇങ്ങനെ മുണുങ്ങാണ്ട് ജയ് വിളിയടാ. ആരാ മനസ്സിലായില്ല? We are High Command from New Delhi. എന്താണ് നിങ്ങളുടെ വരവിന്റെ ഉദ്ദേശം? हमको लीडर को देखना है. മനസ്സിലായില്ല. ഞങ്ങൾക്ക് ലീഡർ ഒന്ന് കാണണമെന്ന്. ആ അങ്ങനെ ഹിന്ദി പറ. വിളിക്ക് നിങ്ങളുടെ ലീഡറെ. ലീഡറല്ല, സർവശക്തിയും സംഭരിച്ച് ഒരു റാലി സംഘടിപ്പിച്ച് വീണ്ടും ഒരു യുദ്ധത്തിനൊരുങ്ങി നിൽക്കുന്ന ആ സംഹാര മൂർത്തിയുടെ പേര് ഇപ്പോൾ ലീഡർ എന്നല്ല, ചാണക്യൻ എന്നാണ്. ദാ കാണ്. ചാണക്യനല്ലോ ലീഡർ സിംഹം, സൂത്രധാരൻ ലീഡർ സിംഹം, സൂപ്പർ സ്റ്റാറാം ലീഡർ സിംഹം. സവാരി ഗിരിഗിരി. അല്ല ഇതാരാ? ഹൈക്കമാൻഡോ? ഹൈക്കമാൻഡ് അല്ല, ഹൈക്കമാൻഡ്. പക്ഷെ എനിക്കെല്ലാം ഹൈക്കമാൻഡാണ്. ആവട്ടെ, എന്താ വന്ന കാര്യം? ഞങ്ങൾക്കൊരു റിപ്പോർട്ട് കിട്ടി. നിങ്ങൾ സ്വന്തം പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചതിന്റെ ആഘോഷം നടത്തുകയാണെന്ന്. ഒരിക്കലുമില്ല. ഞങ്ങളിവിടെ മോഹൻലാലിന്റെ 25 വർഷം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വേണമെങ്കിൽ ഹൈക്കമാൻഡിന് പങ്കുചേരാം. ഇല്ലെങ്കിൽ നീ പോമോനെ ദിനേശ. ഞങ്ങൾ നിങ്ങളുടെ ആഘോഷത്തിൽ പങ്കെടുക്കാൻ വന്നതല്ല. എന്താ നിങ്ങളുടെ അടുത്ത ഉദ്ദേശം? എനിക്കൊറ്റ ഉദ്ദേശമേ ഉള്ളൂ. മോഹൻലാൽ 25 വർഷം ആഘോഷിച്ചു, അമൃത വർഷം 50 ആഘോഷിച്ചു. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്തുകൊണ്ടൊരു കരുണാവർഷം 85 ആഘോഷിച്ചു കൂടാ? ആ ആഘോഷത്തിന്റെ ഒരു തുടക്കം മാത്രമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേട്ടോടാ മുണ്ടക്കൽ ഹൈക്കമാൻഡ്. അത് നിങ്ങൾ മാത്രം തീരുമാനിച്ചാൽ പോരാ, അത് ഹൈക്കമാൻഡ് കൂടി തീരുമാനിക്കണം. അതു തീരുമാനിക്കാൻ ഞങ്ങളിൽ ചിലരൊക്കെ ഇവിടെയുണ്ട്. സവാരി ഗിരിഗിരി. ഓഹോ, നിങ്ങളിപ്പോ ഇങ്ങേരുടെ കൂടെ കൂടിയോ? ഞങ്ങൾ അയാളുടെ കൂടെ കൂടിയതല്ല, അയാൾ ഞങ്ങളുടെ കൂടെ കൂടിയതാണ്. അതെന്തിനു വേണ്ടി? ജസ്റ്റ് ഫോർ എ ചേഞ്ച്. അതെ, മുഖ്യമന്ത്രി കസേരയിലിരിക്കുന്ന ആളെ ഒന്നു ചേഞ്ചു ചെയ്യാൻ. എന്നിട്ട് ആ കസേരയിലിരിക്കാൻ ഞങ്ങളിൽ യോഗ്യതയുള്ള ഒരാളെ ഇവിടെയുള്ളൂ. അതാരാണ്? അത് ഞാൻ തന്നെ. റൈറ്റ്. ലാൽ സലാം. കേരളത്തിന് ആവശ്യം എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ പോലുള്ള ഒരു മുഖ്യമന്ത്രിയല്ല, ജനങ്ങളെ ചിരിപ്പിക്കാൻ കഴിവുള്ള ഒരു മുഖ്യമന്ത്രിയാണ്. അത് ഞാൻ തന്നെ. റൈറ്റ്. അല്ല, കേരളത്തിനാവശ്യം എന്നെ പോലെ ശക്തനായ ഒരു മുഖ്യമന്ത്രിയെയാണ്. അതിന് ആദ്യം തന്നെ തന്റെ മസിലിവിടുത്തൊന്ന് അവസാനിപ്പിക്കി. അതെ, ആ കക്ഷത്തിനാ ഇഷ്ടയെടുത്ത് കളയണോ? ഇതേതാണ്ട് തമിഴം വണ്ടിയുടെ മുമ്പിൽ തവള മസില് പിടിച്ചേക്കണ പോലെയാണ്. ശ്വാസം വിടടോ. പിന്നെയും വലിച്ചു കയറ്റണേ. എങ്ങനെ ഈ നാട്ടിൽ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാകാതിരിക്കും? ഉള്ള ശുദ്ധവായു മൊത്തം ഇങ്ങേര് വലിച്ചു കയറ്റി പിടിച്ചിരിക്കല്ലേ. ശ്വാസം വിടറോ. അതെ, ഹൈക്കമാൻഡ് അറിയാതെ ഇവിടെ ഒരു ആഘോഷം നടത്താനുള്ള പരിപാടിയല്ലേ, അതിനല്ലേ ഇവരെല്ലാവരും വിളിച്ചു കൂട്ടിയത്. ആര് വിളിച്ചു? വിളിക്കാത്ത സദ്യക്ക് ഇവരൊക്കെ ഉണ്ണാൻ വന്നാലേ. സത്യത്തിൽ എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഈ ഗവൺമെന്റ് രാജിവെക്കണം. എന്തിനാ രാജിവെക്കുന്നത്? ജനങ്ങളെ പറ്റിക്കല്ലേ.
ഇപ്പോൾ തന്നെ കേട്ടില്ലേ, മോഹൻലാലിന് 25 വയസ്സോ? ഞാൻ അയാളുടെ സിനിമ കാണാൻ തുടങ്ങിയിട്ട് 25 കൊല്ലമായി. പിന്നെ എങ്ങനെ മോഹൻലാലിന് 25 വയസ്സ് ശരിയാകും? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മോഹൻലാൽ രാജിവെക്കണം. അല്ല, മുഖ്യമന്ത്രി രാജിവെക്കണം. മോഹൻലാലിന് 25 വയസ്സായെന്നും പറഞ്ഞ് കേരള മുഖ്യമന്ത്രി എന്തിനാടോ രാജിവെക്കുന്നത്? വെറുതെ പറയാമല്ലോ, ചിലപ്പോൾ രാജിവെച്ചാലോ കിട്ടിയാലൂട്ടി അല്ലെങ്കിൽ ചട്ടി. താനിങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറെ ആയല്ലോടോ. ഈ മുഖ്യമന്ത്രി ആകുമെന്ന് പറയുന്ന അല്ലാതെ താൻ ഇതുവരെയായിട്ട് മുഖ്യമന്ത്രി ആയിട്ടില്ലല്ലോ. ഞാനെങ്ങനെ മുഖ്യമന്ത്രിയാകും? എന്റെ പാർട്ടി ജയിക്കുമ്പോൾ ഞാൻ തോൽക്കും. റൈറ്റ്. ഞാൻ ജയിക്കുമ്പോൾ എന്റെ പാർട്ടി തോൽക്കും. റൈറ്റ്. പിന്നെ ഞാൻ എങ്ങനെ മുഖ്യമന്ത്രിയാകും? അത്തിക്ക പഴുക്കുമ്പോ കാക്കക്ക് വാപ്പുണ്ട്. പക്ഷേ എവരിടോകുക എന്ന് വെച്ചാൽ എല്ലാ പട്ടിക്കും ഒരു ദിവസം വരുമെന്ന്. അത് ശരിയാ. പക്ഷെ ആ ദിവസം വരുമ്പോ പഞ്ചായത്തിൽ നിന്ന് പട്ടിപിടുത്തക്കാർ വന്ന് ആ പട്ടിയെ പിടിച്ചുകൊണ്ട് പോകാതിരുന്നാ മതി. റൈറ്റ്. പക്ഷേ മോഹൻലാലിന്റെ പേരിൽ ജനങ്ങളെ പറ്റിക്കാൻ ഞാൻ സമ്മതിക്കില്ല, സമ്മതിക്കില്ല, സമ്മതിക്കില്ല. നിർത്തടോ തന്റെ മുദ്രാവാക്യം. എടോ, അത് മോഹൻലാൽ സിനിമയിൽ വന്നതിന്റെ 25ാം വർഷം ആഘോഷിക്കുന്നതാണ്. അമൃത വർഷം 50 ആഘോഷിച്ചില്ലേ? ഇപ്പൊ ദേ ലീഡർ കരുണ വർഷം 85 ആഘോഷിക്കാൻ പോണ്. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു 5 വർഷം 40 ആഘോഷിക്കണം. അതിനെന്തെങ്കിലും ഒരു കാരണം വേണ്ടേ? കാരണമുണ്ട്. 40 വർഷമായി ഞാൻ ഇപ്പോ മുഖ്യമന്ത്രിയാകും എന്ന് പറഞ്ഞ് നടക്കുന്നു. അതുകൊണ്ട് എനിക്ക് ഒരാഗ്രഹ വർഷം 40 ആഘോഷിക്കണം. അതൊക്കെ നടക്കോടോ? കൊതുകിനും ഇല്ലേ കൊതുകോളം? തന്റെ ആഗ്രഹമല്ലടോ, അത്യാഗ്രഹമാണ്, അത്യാഗ്രഹം. സ്റ്റോപ്പ് ഇറ്റ്. നിങ്ങളുടെ മത്സരം കാണാനല്ല ഞങ്ങൾ വന്നത്, മിസ്റ്റർ ലീഡർ. നോ, ഐ ആം നോട്ട് ലീഡർ, ഐ ആം ചാണക്യൻ. ചാണക്യ, നിങ്ങൾ സ്വന്തം പാർട്ടിക്കെതിരായി എറണാകുളം നിയോജക മണ്ഡലത്തിൽ പ്രവർത്തിച്ചു എന്നൊരു പരാതി ഞങ്ങൾ ഹൈക്കമാൻഡിന് ലഭിച്ചിട്ടുണ്ട്. സത്യം പറയൂ, നിങ്ങൾ സ്വന്തം പാർട്ടിക്കെതിരായി പ്രവർത്തിച്ചില്ലേ? അതെല്ലാം ജനങ്ങളുടെ വെറും തെറ്റിദ്ധാരണയാ. അങ്ങനെ പറയരുത്. നിങ്ങൾ എല്ലാവരും ടി വി കാണണം എന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു. അവിടുത്തെ LDF-ന്റെ ചിഹ്നമായിരുന്നില്ലേ TV? കറക്റ്റാണ്. ലോകത്ത് നടക്കുന്ന സകല വാർത്തകളും അപ്പപ്പ അറിയിക്കുന്ന ഒരു മാധ്യമമാണ് TV. അതുകൊണ്ട് ഞാൻ TV കാണാൻ പറഞ്ഞു. അതിലെന്താ തെറ്റ്? അല്ല, TVയിൽ കുത്തണോന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു. അതും കൈപ്പത്തി കൊണ്ട് കുത്തണോന്ന് പറഞ്ഞു. മിസ്റ്റർ, കൈപ്പത്തി കൊണ്ട് TVയിൽ കുത്തിയാലല്ലേ TV ഓൺ ആവുള്ളൂ. എറണാകുളത്തെ ജനങ്ങൾ കൈപ്പത്തി കൊണ്ട് TVയിൽ കുത്തി TV ഓണായി. വെറും TV അല്ല, LDF-ന്റെ കളർ TV. അതെ, 5 വർഷം ഗ്യാരണ്ടി. ഓക്കെ, ഏതാണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഹൈക്കമാൻഡിന് മനസ്സിലായി. ഇനി ഞങ്ങൾക്ക് അറിയേണ്ടത് കരുണ വർഷത്തിൽ എന്തൊക്കെ പരിപാടികളാണ് നിങ്ങൾ അവതരിപ്പിക്കുന്നതെന്നാണ്. ഇവിടുത്തെ പരിപാടികളിലേക്ക് നേതൃത്വം വഹിക്കുന്നത് എന്റെ പുന്നാര മകനാണ്. മോനെ ചുരുള. എന്താണച്ചാ? മോനെ, അച്ഛനെ കുറിച്ച് മോൻ പുകഴ്ത്തി എഴുതിയ ആ കവിത 4 വരിയോട് പാടിയേ, അച്ഛനൊന്ന് കേൾക്കട്ടെ. എന്നാൽ കഴിയുന്ന വിധം ഞാൻ അച്ഛനെ പുകഴ്ത്തിക്കൊണ്ട് ഒരു കവിത രചിച്ചിട്ടുണ്ട്. അത് ഞാൻ അച്ഛന്റെ തൃപ്പാദത്തിൽ സമർപ്പിക്കുന്നു. അച്ഛനെ പോലൊരു കള്ളനാണെന്ന് ആദ്യം വിളിച്ചതെന്റെ അമ്മ. നിർത്തു. അല്ലേലും ഇവൻ അങ്ങനെയാ. അച്ഛനെ അവസരത്തിൽ കിട്ടിയാൽ താങ്ങാൻ മടിക്കാത്തവൻ. മാറിക്കവിടെ. പക്ഷെ എല്ലാത്തിനും എന്റെ കൂടെ നിൽക്കുന്നത് എന്റെ മകളാണ്. മോളെ പപ്പിക്കുട്ടി. മോളെ അച്ഛന് വേണ്ടി എന്താണ് ഒരുക്കിയിരിക്കുന്നത്? ആദ്യമായിട്ട് ഞങ്ങളുടെ അച്ഛന്റെ പാദം പൂജിക്കുന്ന ചടങ്ങാണ്. അതെ, ഒരു പിതാപാദ പൂജ. സൂര്യനായി തഴുകിയുറങ്ങമുണർത്തുമെന്നച്ഛനെയാണെനിക്കിഷ്ടം. ഞാനൊന്നു കരയുമ്പോൾ അറിയാതെ ഉരുകുമെന്നച്ഛനെയാണെനിക്കിഷ്ടം. കല്ലെടുക്കും കണിത്തുമ്പി പോലെ ഒരുപാടു നോവുകൾ
പുന്നാര മകൾക്ക് ഈ അച്ഛൻ ഇനി എന്ത് വരമാണ് നൽകേണ്ടത്? അച്ഛാ, എനിക്കൊരു മന്ത്രിയാവണം. ആക്കാലോ, അതിനുവേണ്ടിയാണല്ലോ അച്ഛൻ ഈ കഷ്ടപ്പാട് മുഴുക്കെ സഹിക്കുന്നത്. എടോ മന്ത്രിയാകണമെങ്കിൽ ഒരുപാട് കടമ്പകൾ കിടക്കണം. ആദ്യം ഇലക്ഷന് നിൽക്കണം, പിന്നെ ജയിക്കണം, പിന്നെ MLA ആകണം, എന്നിട്ടേ മന്ത്രിയാകാൻ പറ്റൂ. വേണ്ട, കല്യാണം കഴിക്കണമെന്നില്ല കുട്ടികൾ ഉണ്ടാവാൻ. സത്യത്തിൽ അങ്ങനെ ലൂപ്പ് ഹോൾ ഉണ്ട്. എന്റെ കൊക്കിൽ ജീവനുണ്ടെങ്കിൽ എന്റെ ഈ 2 മക്കളെയും ഞാൻ മന്ത്രിമാരാക്കിയിരിക്കും. ഗുരുവായൂരപ്പനാണ് സത്യം. അതിമോഹമാണ് മോനെ ദിനേശ, അതിമോഹം. അഞ്ച് വർഷം തികയുന്നതിന് മുമ്പ് ഒരു പാവപ്പെട്ട മുഖ്യനെ താഴെ ഇറക്കാമെന്നുള്ള നിങ്ങളുടെ മോഹം, അത് തെറ്റാണെന്ന് തോന്നുമ്പോൾ നിങ്ങൾ വാ. മുഖ്യമന്ത്രി കസേരയുടെ കാലിനടിയിലെ 1-2 ബുഷ് പറിച്ചു തരാം നിങ്ങൾക്ക്. അത് കൊണ്ടുപോയി മകനോ മകൾക്കോ കൂടെ ആശ തീർക്കാം. നിങ്ങൾക്ക് ആശ തീർക്കാം. നീ പോ മോനെ ദിനേശന്മാരെ. ഇതൊക്കെ പറയാൻ താനാരാണോ? ഞാൻ നീലകണ്ഠൻ. നീലകണ്ഠൻ? മംഗലശ്ശേരി നീലകണ്ഠൻ. ഇത് കണ്ടനുമില്ല കണ്ടൻകോരനുമില്ല. പുള്ളിക്കാരി ഹെൽമെറ്റ് ഇടോ? ഇല്ല, ഞാൻ ഊരില്ല. മര്യാദയ്ക്ക് ഹെൽമറ്റ് ഊരി മാറ്റാൻ. ചുമ ബലം പിടിക്കണ്ട, ഞാൻ ഊരില്ല. അച്ഛമാവ, കോമഡി അമ്മാവ, നിങ്ങൾ രണ്ടുപേരും 2 കൈക്ക് വലിച്ചു പിടിക്കൂ. നിങ്ങൾ എല്ലാവരും ഒന്നുകൂടി പിടിക്കൂ. എടോ ഇത് നമ്മുടെ അന്തപ്പനല്ലേടോ. മുഖ്യമന്ത്രി രാജിവെക്കുക. മുഖ്യമന്ത്രി രാജിവെക്കുക. മുഖ്യമന്ത്രി രാജിവെക്കുക. ഒന്ന് പെട്ടെന്ന് പറയടോ, എന്നാലേ അയാൾ പെട്ടെന്ന് രാജിവെക്കുള്ളൂ. മുഖ്യമന്ത്രി രാജിവെക്കുക. മുഖ്യമന്ത്രി രാജിവെക്കുക. രാജിവെക്കുക. മുഖ്യമന്ത്രി രാജിവെക്കുക. എന്റെ കർത്താവ്, എനിക്ക് ഇവിടെ ഒരു സ്വസ്ഥത ഇല്ല. വെറുതെ അല്ല കേരളത്തിൽ ഞാൻ ഹെൽമെറ്റ് നിർബന്ധമാക്കിയത്. എനിക്കറിയാം ഇത് അവസാനം എനിക്ക് തന്നെ പ്രയോജനപ്പെടുള്ളൂ. സത്യത്തിൽ ഹെൽമെറ്റ് വെക്കാതെ ഞാൻ എങ്ങനെ പുറത്തിറങ്ങിയെടുക്കും? എന്റെ തലവെട്ടം കണ്ട അപ്പ തുടങ്ങും. നിങ്ങൾക്കൊക്കെ ഇപ്പൊ എന്താ വേണ്ടത്? മുഖ്യമന്ത്രി രാജിവെക്കുക. തുടങ്ങി. केरल में क्या क्या प्रश्न है? केरल का मुख्य प्रश्न मुख्यमंत्री का प्रश्न है. एक चुप रहो. केरल में एक प्रश्न है, लेकिन केंद्र में पूरा प्रश्न है. केंद्र के क्या क्या प्रश्न है? करी प्रश्न है, पेपर प्रश्न है, आसाम प्रश्न है, गुजरात प्रश्न है, सभापति कुंभकोणम है. ये केंद्र का बड़ा पेड़ी से केरल में आ गया. केरल में पंदगुलती पड़ा है, तलवेदना है. सर्वव्यापी प्रश्न हमको मरकल करता है. आज हमारा मुंबई एक विषय है, मोहनलाल का 25 वर्ष फिल्म जीवित का आगोश. ये आगोश ये बहुत बड़ा उत्सव करने के लिए हमको उत्तर भी चल करता है. मोहनलाल की जय. मोहनलाल की जय.